സൂര്യ തിരിച്ചു വരുവാണോ? നാളെ സൂര്യയുടെ കറുപ്പ് ഇറങ്ങുന്നുണ്ട്. ഒരു സമയത്ത് അജിത്തിനോടും വിജയോടും തന്നെ ചേർത്ത് വെച്ചിരുന്ന ഒരു പേരാണ് സൂര്യയുടെ. ആ ഒരു സമയത്ത് സൂര്യയുടെ ഒത്തിരി മാസ് സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് സൂര്യയുടെ പോക്ക് ഒത്തിരി താഴ്ന്നേക്കാണ്. പല പടങ്ങളും അത്ര സക്സസ് ആയില്ല. സൂര്യയുടെ സെലക്ഷൻ മാത്രം നന്നായിരുന്നില്ല. ചില സമയത്ത് സൂര്യയുടെ സിനിമ സെലക്ഷൻസ് ഒത്തിരി ആക്ടിങ് മാത്രം ഫോക്കസ് ചെയ്യുന്ന സിനിമകൾ മാത്രമേ. സൂര്യ എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂര്യ എന്ന സ്റ്റാർ ഒത്തിരി താഴത്തേക്ക് പോയി. ഇപ്പോഴോ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സ്റ്റാർസ് വിജയ്, അജിത്ത്. വിജയ് ആണെങ്കിൽ പാർലമെന്റിൽ ഇപ്പോൾ കുട്ടി സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കും. ജോസഫ് വിജയനും ഞാൻ. അജിത്ത് റേസിംഗുമായിട്ട് ട്രാക്കിലുമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ആക്ച്വലി അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആക്ടേഴ്സ് കുറവായി, സ്റ്റാർസ് കുറവായി. ഈ ഒരു ഗ്യാപ്പ് സൂര്യയ്ക്ക് ആക്ച്വലി തിരിച്ചു വരാൻ പറ്റിയൊരു ഗ്യാപ്പാണ്. സൂര്യയുടെ അടുത്ത സിനിമ ഭയങ്കര പ്രോമിസിംഗ് ആണ്, വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പ് വരുന്ന കറുപ്പ്, RJ ബാലാജിയുടെ കൂടെയുള്ള കറുപ്പ്, അത് ആക്ച്വലി ഒരു നല്ല രീതിയിലൊരു സ്റ്റാർ പടമാണ്, ഒരു മാസ് പടമാണെങ്കിൽ സൂര്യയ്ക്ക് ഒരു തിരിച്ചു വരാനുള്ള ഓപ്ഷനാണ്. പക്ഷെ അത് മാത്രം പോരാ, ഇനി അങ്ങോട്ടുള്ള സൂര്യയുടെ പടങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കും. ഇനി സൂര്യ കുറച്ചധികം മാസ് സിനിമകൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ട് സൂര്യക്ക് തിരിച്ചു വരാൻ പറ്റും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.